BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിലെ മിൽമയുടെ വ്യാജ നെയ്യ് വിൽപ്പനയിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കും. മിൽമ ജീവനക്കാരെ ഉദ്യോഗസ്ഥർ സഹായിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് നെയ്യ് പരിശോധനയില്ലാതെ കടത്തിവിട്ടെന്നും വിമർശനമുണ്ട്. അന്വേഷണത്തിനായി ദേവസ്വം മന്ത്രിക്ക് കത്ത് നൽകുമെന്ന് ക്ഷീരവകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ അന്വേഷിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമലയിലേക്കുള്ള മിൽമയുടെ നെയ്യ് വിതരണത്തിൽ ഗുരുതര ക്രമക്കേട് നടന്നതായി ക്ഷീരവികസന വകുപ്പ് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. 1.5 ലക്ഷം ലിറ്ററിലധികം നിലവാരമില്ലാത്ത നെയ്യ് സന്നിധാനത്ത് എത്തിയതായും ഇതിലൂടെ മിൽമയ്ക്ക് 85 ലക്ഷം രൂപയ്ക്കുമേൽ നഷ്ടമുണ്ടായതുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവത്തിൽ ഭരണസമിതി അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ആസൂത്രിത പങ്കാളിത്തമുണ്ടായെന്ന സംശയത്തെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. സാമ്പത്തിക ക്രമക്കേടുകൾ, നിയമനങ്ങൾ, കരാറുകൾ എന്നിവയെക്കുറിച്ചാണ് പ്രധാനമായും സമിതി അന്വേഷിക്കുന്നത്. മന്ത്രി ആർ ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടത്തിയത്. നെയ്യ് വിതരണത്തിനുള്ള കരാർ ഘട്ടം മുതൽ ക്രമക്കേട് ആരംഭിച്ചതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പത്തനംതിട്ട യൂണിറ്റിൽ നിന്ന് പമ്പയിലേക്ക് നെയ്യ് എത്തിക്കുന്ന കരാറിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഒരേ വ്യക്തിക്ക് അനുകൂലമായി ടെൻഡർ ക്രമീകരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തുടർന്ന് പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട ലോഡിൽ മറ്റൊരിടത്ത് നിലവാരം കുറഞ്ഞ തമിഴ്നാട് നെയ്യ് ചേർത്തതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ശബരിമലയിൽ മിൽമയുടെ വ്യാജ നെയ്യ് വിൽപ്പന വിവാദത്തിൽ പ്രതികരണവുമായി ദേവസ്വം മന്ത്രി കെ മുരളീധരനും രംഗത്തെത്തി. നെയ്യ് കൊടുത്തവരെ പോലെ വാങ്ങിയവർക്കും പങ്കുണ്ടല്ലോ എന്ന് മന്ത്രി പറഞ്ഞു. ഏതൊക്കെ കാലഘട്ടത്തിലാണ് നിലവാരമില്ലാത്ത നെയ്യ് വാങ്ങിയതെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിശ്വാസികളുടെ വിശ്വാസത്തെ ഹാനിക്കുന്ന പ്രവർത്തികൾ അംഗീകരിക്കാൻ ആവില്ലെന്നും മന്ത്രി പറഞ്ഞു. ഈ നെയ്യ് കൊടുത്തവരും അതുപോലെ തന്നെ വാങ്ങിയവർക്കും പങ്കുണ്ടല്ലോ. കാരണം ക്വാളിറ്റി നോക്കിയിട്ട് വേണ്ടേ വാങ്ങാൻ. ഇപ്പോൾ വിറ്റവർ ക്വാളിറ്റി ഇല്ലാത്ത നെയ്യ് വിറ്റു, വാങ്ങിയവർ ക്വാളിറ്റി പരിശോധിച്ചില്ല. അപ്പോൾ അതൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള രാജമാണിക്യത്തിനോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തരണം. ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെയുള്ള വില കുറഞ്ഞ നിലവാരമില്ലാത്ത നെയ്യ് വാങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി റിപ്പോർട്ട് തരാനാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതനുസരിച്ച് നടപടി ഉണ്ടാവും. ഞാൻ മുഖ്യമന്ത്രിയുടെ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പറഞ്ഞത് അത് അന്വേഷിച്ച് റിപ്പോർട്ട് തരണം, നടപടി ഗവൺമെൻറ് എടുക്കുമെന്ന് മുഖ്യമന്ത്രിയും സമ്മതിച്ചിട്ടുണ്ട്. പ്രഥമദൃഷ്ട്യാ ഇത് നോക്കുമ്പോൾ തെറ്റുപറ്റി. കാരണം വിറ്റവർ ക്വാളിറ്റി ഇല്ലാത്ത സാധനം വിറ്റെങ്കിൽ എന്തിന് ക്വാളിറ്റി ഇല്ലാത്ത സാധനം വാങ്ങി? അതൊരു ചോദ്യമല്ലേ. അപ്പോൾ അത് വലിയ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ഗവൺമെൻറ് വളരെ ഗൗരവത്തിലാണ് കാര്യം എടുക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.